അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ വിശ്വാസകാര്യങ്ങൾ പൂർണ്ണമായി ശരിയാവണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിശ്വാസകാര്യങ്ങൾ എന്താണോ അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എന്നാൽ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു പോകുന്നുണ്ടോ എന്നത് നിർബന്ധമായും നാം എപ്പോഴും പരിശോധിക്കേണ്ടതാണല്ലോ. നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പദങ്ങളുണ്ട്. നബിദിനം, നബിദിനാഘോഷം, നബിദിന പ്രവർത്തനങ്ങൾ, നബിദിന സദസ്സുകൾ, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവൻ ഇസ്ലാമിന് അകത്തല്ല, അവൻ പുറത്താണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ, എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളെയാണ് എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുന്നുണ്ട്, ഉമറേ, ഈമാൻ പൂർണ്ണമായിട്ടില്ല എന്ന്. അദ്ദേഹം ആ സമയത്ത് തന്നെ തിരുത്തി പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങാണ്, അതിന് ശേഷമാണ് ഞാൻ. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഉമറേ, ഇപ്പോൾ അങ്ങയുടെ വിശ്വാസം പൂർണ്ണമായി എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമേൽ സ്നേഹിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. അതെവിടെയാണ് നാം ജീവിച്ചു കാണിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കുകയാണെങ്കിൽ പ്രവാചകനോടൊപ്പം യുദ്ധങ്ങളിൽ പങ്കെടുത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പലതും സമർപ്പിച്ചും ശാരീരികമായും സാമ്പത്തികമായുമെല്ലാം സഹായങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമായിരുന്നു. ഇന്നത്തെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബിക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് വഴിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ കഴിയുക. അതാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഒന്നാമതായി, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എന്തെല്ലാം മര്യാദകളുണ്ടോ, അതുപോലെ തന്നെ ഇസ്ലാമിക നിയമങ്ങളുണ്ടോ, അതെല്ലാം നാം നിർവഹിക്കുമ്പോൾ നാം അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നാം ബിസ്മില്ല ചൊല്ലുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചതിനാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിന് ശേഷം അൽഹംദുലില്ലാ ചൊല്ലുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലാണ്. ഈ സ്നേഹം അത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതുമായ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ പഠിപ്പിക്കാതെ ഞാൻ പോയിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ അതുമാത്രം മതി ഒരു വിശ്വാസിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിഅമത്തായ ഈ ദീനിനെ നിങ്ങൾക്ക് ഇന്നേ ദിവസം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടെ ഇസ്ലാം പൂർണ്ണമായിട്ടുണ്ട്. അതുവരെ എന്താണോ ദീനായി ബാക്കിയുള്ളത്, അതാണ് ഖിയാമത്ത് നാൾ വരെ ദീനായി ബാക്കി ഉണ്ടാകേണ്ടത്. ആ വഴി സ്വീകരിക്കുന്നവർക്ക് സ്വർഗവും ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നവർക്ക് നരകവുമായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നബിദിന പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അത് എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? ഒന്നാമതായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് ഈ വിഷയത്തിൽ എന്ത് പ്രവർത്തനമാണ് നടത്തിയത് എന്നതാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം ജീവിച്ചു, ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു, ദഅവത്ത് നടത്തി, സ്വഹാബത്തുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. അതിനിടയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ആഘോഷത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി വേണ്ട, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരായിരിക്കും? സ്വഹാബത്താണ്. ആർക്കാണ് സംശയമുള്ളത്?
സ്വഹാബത്ത് ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഒരു ദിവസത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, എന്തെങ്കിലും ആചാരങ്ങൾ സംഘടിപ്പിച്ചുവോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ഇന്ന് സാഹചര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയൊന്നും നമുക്ക് കാണുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലെന്ന് പറയാമോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലെന്ന് പറയാൻ കഴിയില്ല. പോവട്ടെ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ എത്രമാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ട്. അവരൊരിക്കലും ഇങ്ങനെ ഒരു ആഘോഷത്തെപ്പറ്റി പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ ആരും പഠിപ്പിച്ചില്ല, സ്വഹാബത്ത് ആരും പഠിപ്പിച്ചില്ല. അങ്ങനെയുള്ള ഒരു ആഘോഷത്തെ നമ്മൾ ദീനിൻ്റെ പേരിൽ പുണ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് എന്നെല്ലാം ധരിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് ബിദ്അത്ത് എന്നായി മാറും. മതത്തിൽ പുതുതായി കടന്നു വരുന്ന പ്രവർത്തനമായി മാറും. എന്താണ് അതിൻ്റെ പ്രശ്നം? നമ്മളൊക്കെ പലപ്പോഴും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യാറില്ലേ? ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറയാറില്ലേ? ആ തൗബ അള്ളാഹുവിലേക്ക് എത്തുകയില്ല ബിദ്അത്തുകൾ അവസാനിപ്പിക്കാതെ എന്നാണ് ഒന്നാമത്തെ അപകടം. രണ്ടാമത്തെ അപകടം, നാളെ പരലോകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം നൽകുമെന്നാണ്. ആ സമയത്തൊരു വിഭാഗം വരുമ്പോൾ അവരെ തടയും, അവർക്ക് കൊടുക്കരുത് എന്ന് പറയും. കാരണം അന്വേഷിക്കുമ്പോൾ പറയുന്നത്, പ്രവാചകരെ, അങ്ങയുടെ മരണശേഷം ഈ ദീനിൽ അവർ പുതുതായി പലതും ചേർത്തവരാണ്, കടത്തിക്കൂട്ടിയവരാണ്, അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹ്കൻ സ്വഹ്ക, വിദൂരം പോകൂ എന്ന് പറഞ്ഞ് അവരെ അകറ്റുന്നുണ്ട്. നമുക്ക് ഹൗദുൽ കൗസറിൻ്റെ വെള്ളം തടയപ്പെടണം. നമ്മുടെ തൗബകൾ ആകാശലോകത്തേക്ക് കയറിപ്പോകുന്നത് തടയപ്പെടേണ്ടതുണ്ടോ? നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ നല്ലതാണ് എന്ന് കരുതിയാണ് പലരും ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലതെന്ന് പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് മാതൃക കാണിച്ചിട്ടില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ലതെന്ന് കരുതി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ വഴി നരകത്തിൻ്റെ അവകാശികളായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നത് നമ്മൾ ഗൗരവത്തോടുകൂടെ ഭയപ്പെടണം. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും അതിനൊരു ദിവസമോ ഒരു സമയമോ കണ്ടു നിൽക്കാതെ എപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുക. അതെങ്ങനെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ്. അത് ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതിയ കാലത്ത് വിമർശിക്കുന്ന, മോശമായി ചിത്രീകരിക്കുന്ന ഇടങ്ങളിൽ നാവുകൊണ്ടും പേന കൊണ്ടും നാവുകൊണ്ടുമൊക്കെ പ്രതിരോധം തീർക്കുക എന്ന ഒരു ദൗത്യം കൂടെ പുതിയ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാനുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടാനും അതുവഴി നാളെ സ്വർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തിരിക്കാനും ഭാഗ്യം കിട്ടുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലും ബിദ്അത്തുകളും ഇസ്ലാം പഠിപ്പിക്കാത്ത ആചാരങ്ങളും അതെല്ലാം ഉപേക്ഷിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ സ്വീകരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.